ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഹ്യൂമൻ റിപ്രൊഡക്ഷനിലെ 7ാമത്തെ സെഷനാണ് കേട്ടോ. പ്രഗ്നൻസി ആൻഡ് എംബ്രിയോണിക് ഡെവലപ്മെന്റ്. ഇംപ്ലാന്റേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ഉണ്ടാവും ട്രോഫോബ്ലാസ്റ്റിന്ന്. അതിന് നമ്മൾ കോറിയോണിക് വില്ല എന്നാ പറയാ. അതിനെ സറൗണ്ട് ചെയ്തിട്ട് യൂട്രീൻ ടിഷ്യൂ അല്ലെങ്കിൽ മറ്റേണൽ ബ്ലഡ് ഉണ്ടാവുന്നത് നമുക്ക് കാണാം. വിച്ച് ആർ സറൗണ്ടഡ് ബൈ ദ യൂട്രീൻ ടിഷ്യൂ ആൻഡ് മറ്റേണൽ ബ്ലഡ്. യൂട്രീൻ ടിഷ്യൂ മറ്റേണൽ ബ്ലഡും ഉണ്ടാവും ഈ കോറിയോണിക് വില്ലയുടെ ചുറ്റും. കോറിയോണിക് വില്ലയും യൂട്രീൻ ടിഷ്യൂവും കൂടി കൂടിയിട്ട് ഇന്റർഡിജിറ്റേറ്റ് ചെയ്ത് കാണും. അവർ രണ്ടുപേരും കൂടി അപ്പുറത്തൊന്നും ഇപ്പുറത്തൊന്നും ഇന്റർഡിജിറ്റേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈവിരൽ കോർത്ത് പിടിക്കില്ലേ, അതേപോലെയാണ്. ജോയിന്റ്ലി അതൊരു സ്ട്രക്ചർ ഉണ്ടാക്കുന്ന ഇറ്റ് വിൽ ഫോം എ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ബിറ്റ്വീൻ ദ ഡെവലപ്പിംഗ് എംബ്രിയോ ആൻഡ് മറ്റേണൽ ബോഡി. മറ്റേണൽ ബോഡിയുടെ ഡെവലപ്പിംഗ് എംബ്രിയോന്റെ ഇടയ്ക്കും കൂടിയിട്ട് ഒരു ഇന്റർഡിജിറ്റേഷൻ, ഒരു സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഉണ്ടാക്കും. അതിനെ നമ്മൾ പ്ലാസന്റ എന്നാണ് പറയുന്നത്. കണ്ടോ, ഇത് കോറിയോണിക് വില്ലയാണ് കേട്ടോ. ട്രോഫോബ്ലാസ്റ്റിന്ന് ഉണ്ടാകുന്ന കോറിയോണിക് വില്ലൈ ആണ് ഈ കാണുന്നത്. കോറിയോണിക് വില്ലൈ ഈ കാണുന്നത്. ഈ കോറിയോണിക് വില്ല ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കാണുന്നതിന്റെ ചുറ്റും മറ്റേണൽ ടിഷ്യൂസും അതേപോലെ തന്നെ മറ്റേണൽ ബ്ലഡും കാണും. ഇതിന്റെ ഇടയ്ക്കിലേക്ക് ഇന്റർഡിജിറ്റേറ്റ് ചെയ്തിട്ട് യൂട്രിൻ ടിഷ്യൂ വളരുന്ന കാണാം. അതായത് ഇങ്ങനെ ഇതിന്റെ ഇടയിലേക്ക് ഇങ്ങനെ ഇന്റർഡിജിറ്റേറ്റ് ചെയ്ത്, അതായത് നമ്മളിങ്ങനെ കൈവിരൽ കോർത്ത് പിടിക്കില്ലേ, അതേപോലെ നമുക്ക് ഇങ്ങനൊരു സ്ട്രക്ചർ ഉണ്ടാക്കുന്നതാണ്. ഈ രണ്ട് സ്ട്രക്ചറും കൂടിയിട്ട് ഒരു സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. എന്തിൻ്റെ ഇടയില? ഡെവലപ്പിംഗ് എംബ്രിയോ അല്ലെങ്കിൽ ഫീറ്റസിന്റെയും അതേപോലെ തന്നെ മറ്റേണൽ ടിഷ്യൂവിന്റെയും ഇടയ്ക്ക്. ആ ഒരു സ്ട്രക്ചറിനെ ഇതിന് രണ്ടിനെയും കൂടിയിട്ട് നമ്മൾ പറയുന്ന പേരാണ് പ്ലാസന്റ. ആ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റിന് പറയുന്ന പേരാണ് പ്ലാസന്റ എന്ന് കേട്ടോ. അപ്പൊ പ്ലാസന്റ എന്ന് പറയുന്നത് കോറിയോണിക് വില്ലയും മറ്റേണൽ ടിഷ്യൂവും കൂടിയതാണ് പ്ലാസന്റ എന്ന് പറയുന്നത്. കോറിയോണിക് വില്ല ട്രോഫോബ്ലാസ്റ്റ് യൂട്രീൻ ടിഷ്യൂവിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കാണുന്നതാണെങ്കിൽ ഈ യൂട്രീൻ ടിഷ്യൂ അതിന്റെ കോറിയോണിക് വില്ലയുടെ ഇടയിലേക്ക് ഇന്റർഡിജിറ്റേറ്റ് ചെയ്ത പോലെ കാണുന്നതാണ് ഇതിൻ്റെ അകത്തുനിന്നുള്ള എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. അതിന് രണ്ടിനെയും കൂടിയിട്ട് ആ മോർഫോളജിക്കൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റിനെ കൂടിയിട്ട് നമ്മൾ എന്ത് പറയും? പ്ലാസന്റ എന്ന് പറയും. അപ്പൊ പ്ലാസന്റയാണ് ഈ കാണുന്നത് കേട്ടോ. ഈ പ്ലാസന്റയുടെ ഫംഗ്ഷൻ എന്താന്ന് ചോദിച്ചാൽ അത് ഓക്സിജനും ന്യൂട്രിയൻസും എംബ്രിയോയ്ക്ക് സപ്ലൈ ചെയ്യുകയും അതേപോലെ തന്നെ എംബ്രിയോയിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡും എക്സ്ക്രീറ്ററി വേസ്റ്റ് മെറ്റീരിയലും, എംബ്രിയോ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡും എക്സ്ക്രീറ്ററി വേസ്റ്റ് മെറ്റീരിയലും മറ്റേണൽ ബ്ലഡിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുക. അതായത് മറ്റേണൽ ബ്ലഡിൽ കൂടെ വരുന്ന ഓക്സിജനെയും അതേപോലെ തന്നെ ന്യൂട്രിയൻസിനെയും ഈ ഫീറ്റസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് കൊടുക്കും. ഇതിവിടെ റെസ്പിറേഷനൊക്കെ നടന്നാൽ ഉണ്ടാകുന്ന വേസ്റ്റിനെ എല്ലാം കൂടിയിട്ട് ആ വേസ്റ്റ് മാത്രം ഡിഫ്യൂസ് ചെയ്ത് മറ്റേണൽ ബ്ലഡിലേക്ക് പോകും. മറ്റേണൽ ബ്ലഡിൽ അത് വീണ്ടും ഫിൽറ്റർ ഔട്ട് ചെയ്ത് റിമൂവ് ആയി പോയിക്കോളും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ടാണ്, അതായത് ന്യൂട്രിയന്റെയും ഓക്സിജന്റെയും അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിന്റെയും എക്സ്ക്രീറ്ററി വേസ്റ്റ് മെറ്റീരിയൽസ്, നൈട്രോജിനസ് വേസ്റ്റിന്റെയും ഒക്കെ എക്സ്ക്രീഷന് വേണ്ടിയിട്ടുമാണ് പ്ലാസന്റ ഉള്ളത്. പ്ലാസന്റ എംബ്രിയോ ആയിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു സ്പെഷ്യൽ സ്ട്രക്ചർ ഉണ്ട് കേട്ടോ. ഇവിടെയാണ് പ്ലാസന്റ ഇരിക്കുന്നത്, ഇവിടെ അതിന്റെ എംബ്രിയോ ഇരിക്കുന്നത്. അതുമായിട്ട് കണക്ട് ചെയ്യുന്നതായി ഇതിനെ നമ്മൾ അംബ്ലിക്കൽ കോഡ് എന്നാണ് പറയാ. ഇത് ഈ അംബ്ലിക്കൽ കോഡിനകത്ത് ബ്ലഡ് വെസൽസ് ആയിരിക്കും ഉണ്ടാവുക. ഇതിനകത്ത് കാണുന്ന ബ്ലഡ് വെസൽസ് എന്ന് പറയുന്നത് എന്തിനെ കണക്ട് ചെയ്യുന്നത്? മറ്റേണൽ ടിഷ്യൂവിനെ പ്ലാസന്റേനെ ഈ എംബ്രിയോ ആയിട്ട് കണക്ട് ചെയ്യുന്നതാണ്. അപ്പൊ പ്ലാസന്റ ഫെസിലിറ്റേറ്റ് ദ സപ്ലൈ ഓഫ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ടു ദ എംബ്രിയോ ആൻഡ് ഓൾസോ റിമൂവ് ദ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് എക്സ്ക്രീറ്ററി വേസ്റ്റ് മെറ്റീരിയൽ പ്രൊഡ്യൂസ്ഡ് ബൈ ദ എംബ്രിയോ. പ്ലാസന്റ എംബ്രിയോ ആയിട്ട് കണക്ട് ചെയ്തേക്കുന്ന അംബ്ലിക്കൽ കോഡ് വഴിയാണ്, വിച്ച് ഹെൽപ്പ് ഇൻ ട്രാൻസ്പോർട്ട് ഓഫ് സബ്സ്റ്റൻസ് ടു ആൻഡ് ഫ്രം ദ എംബ്രിയോ. എംബ്രിയോയിലേക്കും എംബ്രിയോയിൽ നിന്നും സബ്സ്റ്റൻസ് ട്രാൻസ്പോർട്ട് ചെയ്യിപ്പിക്കുന്ന ഈ അംബ്ലിക്കൽ കോഡ് വഴിയാണ്. പ്ലാസന്റ പിന്നെ എൻഡോക്രൈൻ ടിഷ്യൂ ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ടെമ്പററി എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിട്ടാണ് പ്ലാസന്റ അറിയപ്പെടുന്നത്. എ ടെമ്പററി എൻഡോക്രൈൻ ഗ്ലാൻഡ് ഈസ് പ്ലാസന്റ.
അതെന്താ, പ്രഗ്നൻസി ടൈമിൽ മാത്രമല്ലേ ഈ പ്ലാസൻ്റ ഉള്ളൂ, അപ്പം ടെമ്പററി ആയിട്ടല്ലേ പ്ലാസൻ്റ നമ്മുടെ ബോഡിയിൽ കാണുന്നുള്ളൂ. അതുകൊണ്ടാണ് ഒരു ടെമ്പററി എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിട്ട് പ്ലാസൻ്റ ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ടെമ്പററി എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിട്ടുള്ള പ്ലാസൻ്റ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില ഹോർമോൺസ് ഉണ്ട്. അത് ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ, പ്ലാസൻ്റയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ. ഈ ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ ഒരുപാട് കൂടുതൽ എമൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് അത് യൂറിനിൽ കൂടെ ഫിൽട്ടർ ഔട്ട് ആയി പോവും. അപ്പോൾ ഈ യൂറിനിൽ HCGയുടെ അളവ് നോക്കിയിട്ടാണ് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്നത്. HCG പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നാണ് നോക്കുന്നത്. ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ പ്രഗ്നൻസി സ്റ്റേജിൽ മാത്രം ഉണ്ടാകുന്ന ഒരു ഹോർമോണാണ്, പ്ലാസൻ്റയിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ ഒരുപാട് അധികം പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് അത് യൂറിൻ വഴി ഫിൽട്ടർ ഔട്ട് ആയി പോകുന്നുണ്ട്. ഫിൽട്ടർ ഔട്ട് ആയി യൂറിൻ വഴി പോകുമ്പോൾ ആ യൂറിൻ ടെസ്റ്റ് ചെയ്താൽ HCG ഉണ്ട്, HCG പോസിറ്റീവ് ആണെങ്കിൽ ആ റിയാക്ഷൻ കാണിക്കുമ്പോൾ നമുക്കറിയാം HCGയുടെ പ്രസൻസും ആ ലേഡി പ്രഗ്നന്റ് ആണോ ഇല്ലയോ എന്നുള്ളതും. ഇനി പ്ലാസൻ്റയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേറൊരു ഹോർമോണാണ് ഹ്യൂമൻ പ്ലാസെന്റൽ ലാക്ടജൻ. ഹ്യൂമൻ പ്ലാസെന്റൽ ലാക്ടജൻ അത് മാമറി ഗ്ലാൻസിൻ്റെയൊക്കെ ഡെവലപ്മെന്റിന് സഹായിക്കുന്നതാണ് ഹ്യൂമൻ പ്ലാസെന്റൽ ലാക്ടജൻ. കാരണം ഒരു കുഞ്ഞിവിടെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. ആ കുഞ്ഞിന് ആഫ്റ്റർ ബർത്ത് നറിഷ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് മാമറി ഗ്ലാൻസ് ഡെവലപ്പ് ആവണം. ഇനി ഈസ്ട്രോജൻ അതിൻ്റെ ഒരു സെക്രീഷനാണ്, പ്രൊജസ്ട്രോജനും അതിൻ്റെ ഒരു സെക്രീഷനാണ്. ലേറ്റർ സ്റ്റേജ് ഓഫ് പ്രഗ്നൻസിയുടെ അവസാനം എത്തുമ്പോഴത്തേക്കും റിലാക്സിൻ എന്ന ഒരു ഹോർമോൺ ഓവറിൽ നിന്നും സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ ഈ യൂട്രസ് റിലാക്സ് ചെയ്യാനും ആ ഫീറ്റസ് വലുതായി വരുന്ന അനുസരിച്ച് അതിൽ ഫീറ്റസിനെ അക്കോമഡേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഈ HCGയും HPLും റിലാക്സിനും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വിമനിൽ ഓൺലി ഡ്യൂറിങ് പ്രഗ്നൻസിയാണ്. പ്രഗ്നൻസിയിൽ മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് HCG, HPL, റിലാക്സിൻ എന്നീ ഹോർമോൺസ് കേട്ടോ. ഇതിനെ കൂടാതെ പ്രഗ്നൻസി ടൈമിൽ വേറെ ചില ഹോർമോൺസും വളരെ കൂടുതലായിട്ട് സെക്രീറ്റ് ചെയ്യപ്പെടാറുണ്ട് ഫീമെയിൽ ബോഡിയിൽ. അതായത് ലെവൽ ഓഫ് ഹോർമോൺസ് കൂടാറുണ്ട്. ദാറ്റ് ഈസ് ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോജൻ, കോർട്ടിസോൾ. കോർട്ടിസോളൊക്കെ മെറ്റാബോളിക് ആക്ടിവിറ്റീനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നതാണ്. അതേപോലെ തന്നെ പ്രോലാക്റ്റിൻ, തൈറോക്സിൻ എക്സെട്ര. ദീസ് ആർ ഓൾ ഇൻക്രീസ്ഡ് സെവറൽ ഫോൾഡ് ഇൻ മെറ്റേണൽ ബ്ലഡ്. മെറ്റേണൽ ബ്ലഡിൽ ഈ പറയുന്ന ഹോർമോൺസിന്റെ അളവൊക്കെ വളരെ കൂടുന്ന കാണാം. ഓക്കെ, ഈ ഇത്രയും കൂടിയ എമൗണ്ടിൽ ഈ ഹോർമോൺസ് വേണം എന്തിനു വേണ്ടിയിട്ടാണ്? ഫീറ്റൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, ഫീറ്റൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഇത്രയും കൂടിയ അളവിൽ ഈ ഹോർമോൺസിന്റെ ആവശ്യമുണ്ട് കേട്ടോ. അതേപോലെ തന്നെ മെറ്റാബോളിക് ചേഞ്ചസ് ഇൻ ദ മദർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ദ പ്രഗ്നൻസി. അതായത് മെറ്റാബോളിക് ചേഞ്ചസ് ഇൻ മദർ എന്ന് പറയുന്നത് എന്താണ്? ആ കുഞ്ഞ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അമ്മയുടെ ബോഡിയിൽ മെറ്റാബോളിക് ആക്ടിവിറ്റി വളരെ ഫാസ്റ്റ് ആയിട്ടായിരിക്കും നടക്കുന്നത്. കാരണം എന്താ? ഒരു കുഞ്ഞിന്റെ ഡെവലപ്മെന്റിന് ഒരുപാട് എനർജി വേണം. അപ്പൊ അത്രയും എനർജിക്ക് വേണ്ടിയിട്ട് അതാണ് ഒരുപാട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം എന്നൊക്കെ പറയുന്നത്. അപ്പൊ അത്രയും എനർജിക്ക് വേണ്ടിയിട്ട് ആ ഒരു അത്രയും മെറ്റാബോളിക് ആക്ടിവിറ്റി നടന്നാൽ മാത്രമാണ് അത്രയും എനർജി ഉണ്ടാവുള്ളൂ. അപ്പൊ മറ്റേണൽ ബോഡിയിൽ ഉണ്ടാകുന്ന മെറ്റാബോളിക് ചേഞ്ചസ് അനുസരിച്ച് ആ തൈറോക്സിന്റെ അളവൊക്കെ വളരെ കൂടണം. അതുപോലെ തന്നെ കോർട്ടിസോളിന്റെ അളവ് കൂടണം. എന്നാൽ മാത്രമാണ് അവിടെ പ്രോപ്പർ മെറ്റാബോളിക് ആക്ടിവിറ്റി നടക്കുള്ളൂ. അതേപോലെ പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഹോർമോൺസ്, അതായത് പ്രൊജസ്ട്രോൺ, ഈസ്ട്രോജൻ, ഇതൊക്കെയാണ് പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ അധിക അളവ് ഹോർമോൺസ് വേണം. അതിനൊക്കെ സഹായിക്കുന്ന ഈ പറയുന്ന ചേഞ്ചസ് ഇൻ ദ ഹോർമോണൽ ലെവൽസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. അത്രയും ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. പ്രഗ്നൻസി ആൻഡ് എംബ്രിയോണിക് ഡെവലപ്മെന്റ്. ആഫ്റ്റർ ഇംപ്ലാന്റേഷൻ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് അപ്പിയർ ഓൺ ദ ട്രോഫോബ്ലാസ്റ്റ് കോൾഡ് കോറിയോണിക് വില്ലൈ വിച്ച് ആർ സറൗണ്ടഡ് ബൈ ദ യൂട്രിൻ ടിഷ്യൂ ആൻഡ് മെറ്റേണൽ ബ്ലഡ്. ദ കോറിയോണിക് വില്ലൈ ആൻഡ് യൂട്രിൻ ടിഷ്യൂ become interdigitated with each other and jointly form a structural and functional unit between developing embryo, that is fetus, and maternal body called placenta. എന്താ ഈ എംബ്രിയോ ഫീറ്റസും തമ്മിലുള്ള വ്യത്യാസം എന്നറിയോ? എംബ്രിയോ എന്ന് പറഞ്ഞാൽ കയ്യും കാലും ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. ഫീറ്റസ് എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം എല്ലാ ഓർഗൻസും ഉണ്ടായി നമുക്ക് അതൊരു മനുഷ്യ കുഞ്ഞാണ് എന്ന് തോന്നുന്ന ആ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എംബ്രിയോ എന്ന് പറയാറില്ല. പിന്നെ നമ്മൾ അതിന് എന്താ പറയാ? ഫീറ്റസ് എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. അതാണ് എംബ്രിയോ ഫീറ്റസും തമ്മിലുള്ള വ്യത്യാസം കേട്ടോ. എംബ്രിയോ കുറച്ചും കൂടെ ഡെവലപ്പായി അതിന്റെ ഓർഗൻസ് ഒക്കെ ഡെവലപ്പായി കഴിയുമ്പോഴാണ് നമ്മൾ അതിനെ ഫീറ്റസ് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്.
Next, the placenta facilitate the supply of oxygen and nutrients to the embryo and also removal of carbon dioxide and excretory or waste material produced by the embryo. Placenta is connected to the embryo through an umbilical cord which help in the transport of substances to and from the embryo. Placenta also act as an endocrine tissue and produces several hormones like human chorionic gonadotropin, human placental lactogen, estrogen, progesterone, etc. In the later phase of pregnancy, a hormone called relaxin is also secreted by the ovary. Let us remember that HCG, HPL and relaxin are produced in women only during pregnancy. In addition, during pregnancy, the levels of other hormones like estrogen, progesterone, cortisol, prolactin, thyroxine, etc. are increased several fold in the maternal blood. Increased production of these hormones is essential for supporting the fetal growth, metabolic changes in the mother and maintenance of the pregnancy. Fetal growthനും മദറിലെ മെറ്റാബോളിക് ചേഞ്ചസിനും അതേപോലെ തന്നെ പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ പറയുന്ന ഹോർമോൺസിൻ്റെ ലെവല് ആവശ്യമായിട്ട് ഉണ്ട് കേട്ടോ. ഇനി ഇംപ്ലാന്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഇന്നർ സെൽ മാസ്, എംബ്രിയോന്റെ അല്ലെങ്കിൽ ആ ബ്ലാസ്റ്റോസിസ്റ്റിലുള്ള ഇന്നർ സെൽ മാസ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഔട്ടർ എക്ടോഡേമും ഇന്നർ എൻഡോഡേമും ആയിട്ട് മാറും. അതായത് അത് രണ്ട് ലെയർ ആയിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യും. എന്ത്, ഈ ഇന്നർ സെൽ മാസ് ഡിവൈഡ് ചെയ്തിട്ട് രണ്ട് ലെയർ ആയിട്ട് മാറും. ഒന്ന് ഔട്ടർ എക്ടോഡേം ഫോം ചെയ്യും, അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു ഇന്നർ എൻഡോഡേമും ഫോം ചെയ്യും. ഇന്നർ എൻഡോഡേമും ഫോം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലായിട്ട് ഉടനെ തന്നെ മീസോഡേം ലെയർ ഫോം ചെയ്യുന്ന കാണാം. എക്ടോഡേമിൻ്റെയും എൻഡോഡേമിൻ്റെയും ഇടയ്ക്കായിട്ടൊരു മീസോഡേം ലെയർ ഫോം ചെയ്യും. ഒരു മീസോഡേം ലെയർ ഇതാ ഇങ്ങനെ ഫോം ചെയ്യും. ഈ മീസോഡേം ലെയർ ഫോം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് എന്തുണ്ടാവുക, അതിൻ്റെ സീലോം അല്ലെങ്കിൽ ക്യാവിറ്റി ഉണ്ടാവുന്നത് അല്ലേ. നമ്മൾ ഓൾറെഡി ആനിമൽ കിങ്ഡം പഠിച്ചപ്പോൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ മീസോഡേം ലെയറും അപ്പിയർ ചെയ്യും. ഈ 3 ലെയറിൽ നിന്നാണ് എല്ലാ ടിഷ്യൂസും ഓർഗൻസും ആ ഒരു കുഞ്ഞ് ഡെവലപ്പായി വരുമ്പോൾ ഈ 3 ലെയറിൽ നിന്നാണ് എല്ലാ ടിഷ്യൂസും ഓർഗൻസും ഉണ്ടാകുന്നത് കേട്ടോ. ഇവിടെ ഇന്നർ സെൽ മാസ് ചില സ്പെഷ്യൽ സെൽസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഇന്നർ സെൽ മാസിൽ. അതിന് നമ്മൾ സ്റ്റെം സെൽസ് എന്നാ പറയാം. ഈ സ്റ്റെം സെൽസിൽ നിന്ന് ഒരുപാട് റിസർച്ച് ചെയ്യുന്ന കേട്ടോ. അതിന് ഏതൊരു തരത്തിലുള്ള ടിഷ്യോ ഓർഗനോ ആയിട്ട് മാറാനുള്ള കഴിവുണ്ട് നമ്മുടെ ബോഡിയിൽ. അപ്പോൾ ഈ സ്റ്റെം സെൽ എടുത്ത് നമ്മൾ സൂക്ഷിച്ച് അതിന് പ്രോപ്പറായിട്ടുള്ള ഇൻഡക്ഷൻ കൊടുത്താൽ, ഒരു പർട്ടിക്കുലർ ഓർഗനായിട്ട് ഡെവലപ്പ് ചെയ്യണം എന്നുള്ള ആ ഒരു ഇൻഡക്ഷൻ കൊടുത്താൽ ഈ പറയുന്ന സ്റ്റെം സെല്ല് അങ്ങനെ ഡെവലപ്പായി വരും എന്ന് തിയററ്റിക്കലി പ്രൂവ് ചെയ്താണ്. അതിനെക്കുറിച്ചിട്ടുള്ള ഒരുപാട് റിസർച്ചും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അതായത് സ്റ്റെം സെല്ല് ഏതൊരു ടിഷ്യോ ഓർഗനോ ആയിട്ട് മാറാൻ കഴിവുള്ള ഒരു ടോട്ടി പൊട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറായിട്ട് മാറാൻ കഴിവുള്ള ഒരു സെല്ലാണ് സ്റ്റെം സെൽ എന്ന് പറയുന്നത്. അത് ഇന്നർ സെൽ മാസിൽ കാണുന്നതാണ്. അതായത് ഒരു എംബ്രിയോ ഇംപ്ലാന്റേഷൻ നടന്ന ഉടനെ തന്നെ ബ്ലാസ്റ്റോസിസ്റ്റിൽ ഇരിക്കുന്ന ഇന്നർ സെൽ മാസ് 3 ലെയർ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോഴാണ് അതിന് ഗ്യാസ്ട്രുലേഷൻ എന്ന് പറയുന്നത്, ഗ്യാസ്ട്രുല ഫോർമേഷൻ നടക്കുന്നത്. ഈ 3 ലെയറിൽ എക്ടോഡേമും എൻഡോഡേമും പെട്ടെന്ന് ഉണ്ടാവുകയും മീസോഡേം അതിൻ്റെ സെൻറ്ററിൽ ഫോം ചെയ്യുകയും ചെയ്യും. മീസോഡേമിൻ്റെ സെൻറ്റർ ക്യാവിറ്റിയാണ് നമ്മൾ സീലോം എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഈ എക്ടോഡേമും എൻഡോഡേമും മീസോഡേമിൽ നിന്നും പുതിയ പുതിയ ഓർഗൻസ് അല്ലെങ്കിൽ ഓരോ ഓർഗൻസും ഡെവലപ്പ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ആ ഇന്നർ സെൽമാസ് ഈ 3 ലെയറായിട്ട് മാറിയ ഇന്നർ സെൽമാസിൽ ചില സെൽസിന് സ്റ്റെം സെൽസ് എന്നാ പറയുക. ആ സ്റ്റെം സെൽസിന് ഏതൊരു ഓർഗനോ ടിഷ്യോ ആയിട്ട് മാറാനുള്ള കേപ്പബിലിറ്റി ഉണ്ട് കേട്ടോ. ഇനി എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് ഹ്യൂമൻ ബീങ്സിൽ നടക്കുന്നത്? ആ 9 മാസത്തിലുള്ള എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ്, 9 മാസമാണല്ലോ ഹ്യൂമൻ പ്രഗ്നൻസി എന്ന് പറയുന്നത്. ഹ്യൂമൻ പ്രഗ്നൻസി ലാസ്റ്റ് ഫോർ 280 ഡേയ്സ് ആണ് കേട്ടോ. 9 months and 10 days എന്നാണ് പറയുന്നത്. ശരിക്കും ഹ്യൂമൻ പ്രഗ്നൻസി ലാസ്റ്റ് ഫോർ 9 months എന്ന് പറഞ്ഞാൽ 9 months ± 10 days അങ്ങനെയൊക്കെയാണ് പറയാം. അതായത് 280 days ആണ് നോർമലി പ്രഗ്നൻസി നടക്കുക കേട്ടോ. ഇനി ബാക്കിയുള്ള ഓർഗാനിസത്തിൽ എങ്ങനെയായിരിക്കും പ്രഗ്നൻസി? ഡോഗ്സിന്റെ കേസിൽ എത്രയാണ് അവരുടെ ഗസ്റ്റേഷൻ പീരീഡ് അല്ലെങ്കിൽ പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുന്നത്? 9 weeks ആണ് കേട്ടോ. ഡോഗ്സിന് 9 weeks ആണ്. എലഫന്റ് ആണ് ഏറ്റവും കൂടുതൽ ലെങ്തി പ്രഗ്നൻസി പീരീഡ് കാണിക്കുന്നത് അല്ലെങ്കിൽ ഗസ്റ്റേഷൻ പീരീഡ് കാണിക്കുന്നത്. അവർക്ക് 22 months ആണ് അവരുടെ പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുന്നത്. 22 മാസമാണ് അവരുടെ പ്രഗ്നൻസി. ഏകദേശം 2 വർഷക്കാലം, അതായത് 2 വർഷത്തിന് 2 മാസമേ കുറവുള്ളൂ. ഇനി ക്യാറ്റിന്റെ കേസിലാണെങ്കിൽ
64 മുതൽ 67 ദിവസം വരെയാണ് അവരുടെ പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുന്നത്. ഇനി വെയിലൊക്കെ ആണെങ്കിലോ, നീലത്തിമിംഗലം പോലത്തെ ഓർഗാനിസം 10 മുതൽ 12 മാസം വരെയൊക്കെ അവരുടെ പ്രഗ്നൻസി പീരീഡ്. ഒരു എക്സാക്ട് ഡേറ്റ് ഒന്നുമില്ല, പലതരത്തിലുള്ള വെയിലുണ്ട്. ഇപ്പൊ കില്ലർ വെയിലൊക്കെ ആണെങ്കിൽ 15 മുതൽ 18 മാസം വരെയൊക്കെ അതിന്റെ പ്രഗ്നൻസി പീരീഡ് കാണാം. എന്നാലും 10-22 മാസം ഒന്നുമില്ല കേട്ടോ. അത് ഏറ്റവും കൂടുതൽ എലഫന്റിലാണ് പ്രഗ്നൻസി പീരീഡ് അല്ലെങ്കിൽ ഗസ്റ്റേഷൻ പീരീഡ് കാണുന്നത്. ഇനി ഹ്യൂമൻ ബീങ്സിലെ ഗസ്റ്റേഷൻ പീരീഡിൽ ഓരോ മാസത്തിലെ ഡെവലപ്മെന്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഹ്യൂമൻ ബീങ്സിൽ 1 മന്ത് കഴിയുമ്പോഴത്തേക്കും, പ്രഗ്നൻസിയുടെ 1 മന്ത് കഴിയുമ്പോഴത്തേക്കും എംബ്രിയോന് ഹാർട്ട് ഫോം ചെയ്യും. അപ്പൊ ഫസ്റ്റ് സൈൻ ഓഫ് ഗ്രോയിങ് ഫീറ്റസ് എന്താണെന്നറിയോ? ഫസ്റ്റ് സ്കാനിങ്ങിൽ ഡോക്ടർക്ക് ലിസൺ ചെയ്യാൻ പറ്റും കുഞ്ഞിന്റെ ഹാർട്ട് സൗണ്ട്. കെയർഫുള്ളി സ്റ്റെതസ്കോപ്പ് വെച്ച് ലിസൺ ചെയ്യാൻ കഴിയും ഈ കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ്. അതേപോലെ തന്നെ സെക്കൻഡ് മന്തിന്റെ എൻഡോട് കൂടിയിട്ട് ഫീറ്റസ് ലിംസും ഡിജിറ്റ്സും ഒക്കെ ഫോം ചെയ്യാൻ തുടങ്ങും. ഫീറ്റസിന് കൈകാലുകളും അതുപോലെ തന്നെ വിരലുകളും ഒക്കെ ഫോം ചെയ്യാൻ തുടങ്ങും. 3-ാമത്തെ മാസം അല്ലെങ്കിൽ 12 വീക്സിന്റെ ഉള്ളിൽ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ മേജർ ഓർഗൻ സിസ്റ്റംസ് എല്ലാം ഫോം ചെയ്യും. എക്സാമ്പിൾ ലിംസ് ആൻഡ് എക്സ്റ്റേണൽ ജെനിറ്റൽ ഓർഗൻസ് ആർ വെൽ ഡെവലപ്ഡ്. എക്സ്റ്റേണൽ ജെനിറ്റൽ ഓർഗൻസും ലിംസും ഒക്കെ വെൽ ഡെവലപ്ഡ് ആയിരിക്കും 3 മാസം കഴിയുമ്പോഴത്തേക്കും. അതേപോലെ തന്നെ 5 മാസം ആകുമ്പോഴത്തേക്കും, അതായത് ഫസ്റ്റ് മൂവ്മെന്റ് ഓഫ് ദ ഫീറ്റസ് ആൻഡ് അപ്പിയറൻസ് ഓഫ് ഹെയർ ഓൺ ദ ഹെഡ് ആർ യൂഷ്വലി ഒബ്സർവ് ഡ്യൂറിംഗ് ദ 5th മന്ത്. 5-ാമത്തെ മാസം, അതായത് 4 മാസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കുഞ്ഞിന്റെ അനക്കവും അതുപോലെ കുഞ്ഞിന്റെ തലയിൽ ഹെയർ ഒക്കെ ഫോം ചെയ്യാൻ തുടങ്ങും. അതേപോലെ 24 വീക്സ്, അതായത് 6-ാം മാസമായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും, ബൈ ദ എൻഡ് ഓഫ് ദ 24 വീക്സ്, അതായത് 24 വീക്ക് അല്ലെങ്കിൽ 6 മാസത്തിന്റെ അവസാനമാകുമ്പോഴത്തേക്കും ബോഡിയിലൊക്കെ ഫുൾ ഫൈൻ ഹെയർ വെച്ച് കവർ ചെയ്യാൻ തുടങ്ങും. നമുക്കറിയാലോ മാമ്മൽസിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ അല്ലേ, ബോഡി ഈസ് കവേർഡ് ബൈ ഫൈൻ ഹെയർ. അതേപോലെ തന്നെ ഐലിഡ്സ് സെപ്പറേറ്റ് ആവും, അവർ കണ്ണൊക്കെ തുറക്കാൻ തുടങ്ങും, ഐലാഷസ് ഒക്കെ ഫോം ചെയ്യാൻ തുടങ്ങും ഈ 6-ാമത്തെ മാസം അവസാനമാകുമ്പോഴത്തേക്കും. 9th മന്ത് ഓഫ് പ്രഗ്നൻസിയിൽ, ബൈ ദ എൻഡ് ഓഫ് 9 months ഓഫ് പ്രഗ്നൻസി ഫീറ്റസ് ഫുള്ളി ഡെവലപ്പ് ആവും. അതുപോലെ തന്നെ ദാറ്റ് വിൽ ബി റെഡി ഫോർ ദ ഡെലിവറി. ഓക്കെ, അപ്പൊ ഇത്രയും ഈവൻസ് ആണ് ഫീറ്റൽ ഡെവലപ്മെന്റൽ സ്റ്റേജിൽ നടക്കുന്നത്. ഓരോന്ന് പഠിക്കണം. ഫസ്റ്റ് മന്ത് കഴിയുമ്പോഴത്തേക്കും ഹാർട്ട് ഡെവലപ്പ് ചെയ്യും, നമുക്ക് ഹാർട്ട് ബീറ്റ് നന്നായി കേൾക്കാം. സെക്കൻഡ് മന്ത് കഴിയുമ്പോഴത്തേക്കും കുഞ്ഞിന് ലിംസും ഡിജിറ്റ്സും ഒക്കെ ഫോം ചെയ്യാൻ തുടങ്ങും. 12 ആഴ്ച അല്ലെങ്കിൽ ആദ്യത്തെ 3 മാസം കഴിയുമ്പോഴത്തേക്കും മോസ്റ്റ് മേജർ ഓർഗൻസ് എല്ലാം ഡെവലപ്പ് ചെയ്യാൻ, അതായത് ലിംസും എക്സ്റ്റേണൽ ജെനിറ്റൽ ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ഫസ്റ്റ് മൂവ്മെന്റ് 5-ാം മാസത്തിലാണ് അറിയുക. അതേപോലെ തന്നെ തലയിൽ ഹെയർ ഒക്കെ ഉണ്ടാവുന്ന 5-ാം മാസത്തിലാണ്. അതേപോലെ 24 വീക്സ്, 6-ാമത്തെ മാസം അവസാനമാകുമ്പോഴത്തേക്കും ബോഡിയിൽ കംപ്ലീറ്റ് ഹെയർ പതുക്കെ കുഞ്ഞു ഹെയർസ് ഒക്കെ ഫോം ചെയ്യാൻ തുടങ്ങും. അതേപോലെ തന്നെ അവരുടെ ഐലിഡ്സ് സെപ്പറേറ്റ് ആവും, ഒരു കണ്ണ് തുറന്ന് തുടങ്ങും. അതേപോലെ ഐലാഷസ് ഒക്കെ ഫോം ചെയ്യാൻ തുടങ്ങും. 9 months എൻഡ് ആകുമ്പോഴത്തേക്കും, 9 മാസം അവസാനം ആകുമ്പോഴത്തേക്കും പ്രഗ്നൻസി ഏകദേശം കംപ്ലീറ്റ് ആവും. ഫീറ്റസ് ഫുള്ളി ഡെവലപ്ഡ് ആവും. ആ ഫീറ്റസ് ഇറ്റ് വിൽ ബി റെഡി ഫോർ ദ ഡെലിവറി. അപ്പൊ നമുക്ക് ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. Immediately after implantation, the inner cell mass differentiate into an outer layer called ectoderm and an inner layer called endoderm. A mesoderm soon appears between the ectoderm and the endoderm. These 3 layers give rise to all tissues or organs in adults. It need to be mentioned here that the inner cell mass contains certain cells called stem cells which have the potency to give rise to all the tissues and organs. What are the major features of embryonic development at various months of pregnancy? The human pregnancy lasts 9 months. Do you know for how many months pregnancy lasts in dogs, elephants, cats? Find out. In human beings, dogsനകത്ത് എത്രയാണ്? 9 ആഴ്ചയാണ് അല്ലെ, 9 വീക്സ് ആണ്. എലഫന്റിൽ 22 വീക്സ് ആണ്. അതേപോലെ തന്നെ ക്യാറ്റിലൊക്കെ ആണെങ്കിൽ 64 to 67 days ആണ്. Human beings, after 1 month of pregnancy, the embryo's heart is formed. First sign of growing fetus may be noticed by listening to the heart sound carefully through the stethoscope. By the end of the 2nd month of pregnancy, the fetus develops limbs and digits. By the end of 12th week, first trimester, most of the major organ systems are formed. For example, the limbs and external genital organs are well developed. The first movements of the fetus and appearance of hair on the head are usually observed during the 5th month. By the end of about 24 weeks, end of 2nd trimester, the body is covered with fine hair.
eyelids separate and eyelashes are formed. By the end of 9th month of pregnancy, the fetus is fully developed and is ready for delivery. Next, parturition and lactation. ആവറേജ് ഡ്യൂറേഷൻ ഓഫ് ഹ്യൂമൻ പ്രഗ്നൻസി നമ്മൾ പറഞ്ഞു ഏകദേശം 9 മാസമാണ്. അതിന് നമ്മൾ ഗസ്റ്റേഷൻ പീരീഡ് എന്നാണ് പറയാം. ഈ ഗസ്റ്റേഷൻ പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ യൂട്രസിന്റെ ഒരു വിഗറസ് കൺട്രാക്ഷൻ ഉണ്ടാവുകയും പ്രഗ്നൻസിയുടെ അവസാനം ആ ഫീറ്റസ് എക്സ്പെൽ ആവുകയും ചെയ്യും. അതിനെയാണ് ഡെലിവറി ഓഫ് ദ ഫീറ്റസ് എന്ന് പറയുന്നത്. ഈ പ്രോസസ്സിനെ ഡെലിവറി ഓഫ് ദ ഫീറ്റസ് അല്ലെങ്കിൽ ചൈൽഡ് ബർത്ത് അതിനെ പാർട്ടുറിഷൻ എന്ന് റെപ്രസെന്റ് ചെയ്യുക. അതാണ് സയന്റിഫിക് ടേം കേട്ടോ. പാർട്ടുറിഷൻ അത് ഇൻഡ്യൂസ് ചെയ്യുന്നത് ഒരു കോംപ്ലക്സ് ന്യൂറോ എൻഡോക്രൈൻ മെക്കാനിസം ആണ്. അതായത് ന്യൂറൽ സിസ്റ്റവും എൻഡോക്രൈൻ സിസ്റ്റവും കൂടി കൂടിയ ഒരു മെക്കാനിസം ആണ് പാർട്ടുറിഷൻ ഇൻഡ്യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണ് ന്യൂറോ എൻഡോക്രൈൻ മെക്കാനിസം ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതിന്റെ സിഗ്നൽ പാർട്ടുറിഷന്റെ സിഗ്നൽ ഒറിജിനേറ്റ് ചെയ്യുന്നത് ഫുള്ളി ഡെവലപ്ഡ് ഫീറ്റസിൽ നിന്നും പ്ലാസന്റയിൽ നിന്നുമാണ് കേട്ടോ. ഈ ഫുള്ളി ഡെവലപ്ഡ് ഫീറ്റസും പ്ലാസന്റയും കൂടി കൂടിയിട്ട് ഒരു മൈൽഡ് യൂട്രിൻ കൺട്രാക്ഷൻ ഉണ്ടാക്കും. അതിനെ ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ് എന്നാണ് പറയാ. അതൊരു ന്യൂറൽ എഫക്റ്റ് ആണ്. അതായത് ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ് ഫുള്ളായിട്ട് ഡെവലപ്പ് ചെയ്ത ഫീറ്റസും പ്ലാസന്റയും കൂടി കൂടിയിട്ട് ഒരു ചെറിയ മൈൽഡ് കൺട്രാക്ഷൻ യൂട്രസിന് ഉണ്ടാക്കും. അതിനെ ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ് എന്നാണ് പറയുന്നത്. ഫീറ്റസ് ഇജക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റിഫ്ലക്സ് റിയാക്ഷൻ ഫ്രം ദ യൂട്രസ്. അത് ഉണ്ടാക്കുന്നത് ഫുള്ളി ഡെവലപ്ഡ് ഫീറ്റസ് ആൻഡ് പ്ലാസന്റയാണ് കേട്ടോ. ഇത് ഓക്സിറ്റോസിനെ ട്രിഗർ ചെയ്യിപ്പിക്കും മറ്റേണൽ പിറ്റ്യൂട്ടറിന്ന്. നമുക്കറിയാലോ വാസോപ്രസിനും ഓക്സിറ്റോസിനും പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിന്ന് സെക്രീറ്റ് ചെയ്യുന്ന ഹൈപ്പോതലാമസ് സിന്തസൈസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ്. ഹൈപ്പോതലാമസിന്റെ സെക്രീഷൻ ആണ് ആക്ച്വലി, പക്ഷേ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിന്ന് റിലീസ് ചെയ്യുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിനും വാസോപ്രസിനും. അപ്പൊ ഈ ഓക്സിറ്റോസിനൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓക്സിറ്റോസിൻ ദാറ്റ് വിൽ ഹെൽപ്പ് ഇൻ കൺട്രാക്ഷൻ ഓഫ് സ്മൂത്ത് മസിൽ എസ്പെഷ്യലി ഡ്യൂറിംഗ് ദ പാർട്ടുറിഷൻ ഇൻ യൂട്രസ് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ ഈ ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ് ഒരു ചെറിയ യൂട്രിൻ കൺട്രാക്ഷൻ ഉണ്ടാക്കുമ്പോൾ ആ യൂട്രിൻ കൺട്രാക്ഷൻ കൊണ്ട് ഓക്സിറ്റോസിൻ മറ്റേണൽ പിറ്റ്യൂട്ടറിന്ന് റിലീസ് ചെയ്യിപ്പിക്കപ്പെടും. അതായത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യും ഈ യൂട്രസിന്റെ കൺട്രാക്ഷൻ കുറച്ചുണ്ടാവുമ്പോൾ. ഈ ഓക്സിറ്റോസിൻ എന്താ ചെയ്യുക, യൂട്രിൻ വാളിന്റെ സ്മൂത്ത് മസിൽ അല്ലെങ്കിൽ മയോമെട്രിയത്തിൽ പോയിട്ട് അവിടെ ഒരു സ്ട്രോങ് യൂട്രിൻ കൺട്രാക്ഷൻ ഉണ്ടാക്കും. അത് ഫർദർ സെക്രീഷൻ ഓഫ് ഓക്സിറ്റോസിന് സഹായിക്കും. ഇങ്ങനെ യൂട്രസ് കൺട്രാക്ട് ചെയ്യുമ്പോഴാണല്ലോ ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യുമ്പോൾ പിന്നെ യൂട്രസ് കൺട്രാക്ട് ആയി. അപ്പോൾ എന്തായി, വീണ്ടും ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യും. ദ സ്റ്റിമുലേറ്ററി റിഫ്ലക്സ് ബിറ്റ്വീൻ ദ യൂട്രിൻ കൺട്രാക്ഷൻ ആൻഡ് ഓക്സിറ്റോസിൻ സെക്രീഷൻ. അതായത് ഇങ്ങനെ ഓക്സിറ്റോസിൻ സെക്രീറ്റ് ചെയ്യുമ്പോൾ യൂട്രസ് കൺട്രാക്ട് ചെയ്യും, യൂട്രസ് കൺട്രാക്ട് ചെയ്യുമ്പോൾ വീണ്ടും ഓക്സിറ്റോസിൻ സെക്രീറ്റ് ചെയ്യും. ഇങ്ങനെ ഉണ്ടാകുന്ന ഈ സ്റ്റിമുലേറ്ററി എഫക്റ്റ് കൊണ്ട് കണ്ടിന്യൂസ് സ്ട്രോങ് കൺട്രാക്ഷൻ യൂട്രസിൽ ഉണ്ടാവും കേട്ടോ. സ്ട്രോങ്ങർ ആൻഡ് സ്ട്രോങ്ങർ കൺട്രാക്ഷൻ യൂട്രസിൽ ഉണ്ടാവും. ഇത് ദാറ്റ് ലീഡ് ടു എക്സ്പെൽഷൻ ഓഫ് ദ ബേബി. യൂട്രസിന്റെ പുറത്തേക്ക് ബേബീനെ എക്സ്പെൽ ചെയ്യാൻ സഹായിക്കും ബർത്ത് കനാൽ വഴി. ബർത്ത് കനാൽ എന്ന് പറയുന്നത് എന്താ, സെർവിക്കൽ കനാലും വജൈനയും കൂടി കൂടിയതാണ് ബർത്ത് കനാൽ എന്ന് പറയുന്നത്. അങ്ങനെ പാർട്ടുറിഷൻ സംഭവിക്കും കേട്ടോ. അതേപോലെ ഈ ഇൻഫന്റ് ഡെലിവറായി ഉടനെ തന്നെ, അതായത് കുഞ്ഞുണ്ടായി ഉടനെ തന്നെ പ്ലാസന്റയും എക്സ്പെൽ ചെയ്യും യൂട്രസിൽ നിന്ന് കേട്ടോ. അതേപോലെ ഇനി ഈ ഡെലിവറി ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് അപ്പോൾ ഏത് തരത്തിലുള്ള മെഡിസിൻ ആയിരിക്കും കൊടുക്കുക, ഓക്സിറ്റോസിൻ ആയിരിക്കും കൊടുക്കുക. ഓക്സിറ്റോസിൻ കൊടുക്കുമ്പോൾ യൂട്രസ് കൺട്രാക്ട് ചെയ്യും. യൂട്രസ് കൺട്രാക്ട് ചെയ്യുമ്പോൾ പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് അവരുടെ ബോഡി തന്നെ ഓക്സിറ്റോസിൻ ഉണ്ടായിക്കോളും. അപ്പോൾ ഓക്സിറ്റോസിന്റെ യൂട്രിൻ കൺട്രാക്ഷന്റെയും ഒരു സ്റ്റിമുലേറ്ററി എഫക്റ്റ് സമ്മേറ്റീവ് എഫക്റ്റ് ആയതുകൊണ്ട് അത് വീണ്ടും സ്ട്രോങ്ങർ കൺട്രാക്ഷൻ കൊടുക്കും ഈ രണ്ട് ആക്ടിവിറ്റിയും കൂടി കൂടിയിട്ട് കേട്ടോ. ഇനി മാമറി ഗ്ലാൻഡിന്റെ ഫീമെയിലില് മാമറി ഗ്ലാൻഡിന്റെ ഡിഫറൻഷിയേഷൻ പ്രഗ്നൻസി ടൈമിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അതേപോലെ തന്നെ ആ പ്രഗ്നൻസിയുടെ അവസാനം ആകുമ്പോഴത്തേക്കും ദേ വിൽ സ്റ്റാർട്ട് പ്രൊഡ്യൂസിങ് ദ മിൽക്ക് ഓൾസോ. ആ ഒരു പ്രോസസ്സിനെ പറയുന്ന ലാക്ടേഷൻ എന്നാണ്. അതായത് മാമറി ഗ്ലാൻഡിന്റെ ഡെവലപ്മെന്റിനും അതുപോലെ തന്നെ മിൽക്ക് പ്രൊഡക്ഷനും പറയുന്നതാണ് ലാക്ടേഷൻ എന്ന്. ഇത് ന്യൂ ബോണിനെ നറിഷ് ചെയ്യാൻ മദറിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് ദിസ് ഹെൽപ്പ് ദ മദർ ഇൻ ഫീഡിങ് ദ ന്യൂ ബോൺ.
മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇനീഷ്യൽ ഫ്യൂ ഡേയ്സിൽ ലാക്ടേഷൻ നടക്കുമ്പോൾ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ മിൽക്കിന് നമ്മൾ കൊളസ്ട്രം എന്നാണ് പറയുന്നത്. അതിനകത്ത് പലതരത്തിലുള്ള ആന്റിബോഡീസും ഉണ്ട്. ഇത് ന്യൂ ബോൺ ബേബീസിൽ റെസിസ്റ്റൻസ് പവർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഉപകരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ കൊളസ്ട്രം മിൽക്ക് ഒരിക്കലും മിസ്സാവാൻ പാടില്ല കുഞ്ഞുങ്ങൾ ഫീഡ് ചെയ്യുന്ന സമയത്ത്. Breastfeeding during the initial period of infant growth is recommended by doctors for bringing up a healthy baby. ഒരു ഹെൽത്തി ബേബീനെ ബ്രിങ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇനീഷ്യൽ പീരീഡിൽ ഇൻഫൻറ്റിന് കമ്പൽസറി ആയിട്ടും മെറ്റേണൽ മിൽക്ക് കൊടുക്കണം എന്ന് പറയാനുള്ള കാരണം ഇതാണ് കേട്ടോ. ഇനി നമുക്ക് ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. പാർട്ടുറേഷൻ ആൻഡ് ലാക്ടേഷൻ. ദ ആവറേജ് ഡ്യൂറേഷൻ ഓഫ് ഹ്യൂമൻ പ്രഗ്നൻസി is about 9 months, which is called as gestation period. Vigorous contraction of the uterus at the end of pregnancy causes expulsion or delivery of the fetus. This process of delivery of the fetus or childbirth is called parturition. Parturition is induced by a complex neuroendocrine mechanism. The signals for parturition originate from the fully developed fetus and the placenta, which induce mild uterine contraction called fetal ejection reflex. This triggers release of oxytocin from the maternal pituitary. Oxytocin acts on the uterine muscle and causes stronger uterine contractions, which in turn stimulate further secretion of oxytocin. The stimulatory reflex between the uterine contraction and oxytocin secretion continues, resulting in stronger and stronger contractions. This leads to expulsion of the baby out of the uterus through the birth canal, that is parturition. Soon after the infant is delivered, the placenta is also expelled out of the uterus. What do you think the doctors inject to induce delivery? The mammary glands of the female undergo differentiation during pregnancy and starts producing milk towards the end of pregnancy by the process called lactation. This helps the mother in feeding the newborn. The milk produced during the initial few days of lactation is called as colostrum, which contains several antibodies absolutely essential to develop resistance for the newborn babies. Breastfeeding during the initial period of infant growth is recommended by doctors for bringing up a healthy baby. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹ്യൂമൻ റിപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ നന്നായി പഠിക്കണം കേട്ടോ.